ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു റിബണിനെ കൊണ്ട് ഞാനൊരു പൂ ഉണ്ടാക്കുന്ന കാണിക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു റിബൺ എടുത്തിട്ടുണ്ട്. നൂല് വേണം, പിന്നെ മുത്തുണ്ടെങ്കിൽ മുത്തെടുക്കാം. എൻ്റെ കയ്യിൽ മുത്തില്ലാത്ത ഞാനൊരു കമ്മലിൻ്റെ ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സൂചി നൂലും വേണം. ഇതെല്ലാം ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് നമുക്ക് അളക്കുന്നവർക്ക് അളന്നിട്ടെടുക്കാം. ഞാനിപ്പോൾ അളക്കുന്നൊന്നുമില്ല, ഏകദേശം ഒരു നീളം കണ്ടിട്ട് ഞാനിപ്പോൾ മുറിക്കുന്നതാണ്. ഒരു ഇത്ര കണ്ടിട്ടാണ് ഞാൻ മുറിക്കുന്നത്. ലെവലാക്കിയിട്ട് മുറിക്കണം. നമുക്ക് ലെവലാക്കി മുറിക്കുക. ഒരു ഇത്ര നീളത്തിൽ നമുക്കെടുക്കാം. ആദ്യത്തെ പൂ നമുക്ക് ഇത്ര നീളത്തിലെടുക്കാം. ഇതേ വലുപ്പത്തിൽ നമുക്ക് 5 പീസ് വേണം. ഇതേ വലുപ്പത്തിൽ 5 പീസ്. രണ്ട്. അപ്പോൾ ഇതാ ഗൈസ്, ഞാനിത് 5 എണ്ണം ഇതേ അളവിന് മുറിച്ച് കുറച്ച് നീളം കുറച്ചിട്ട് വേറെ 5 എണ്ണം അങ്ങനെ എടുത്ത് 10 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിനെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇതിനൊന്ന് തീ കത്തിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ഉരുക്കിയെടുക്കണം. ഈ ഭാഗം ഈ നൂലിങ്ങനെ വരുന്നതുകൊണ്ട് നൂലിനെ കളയാൻ വേണ്ടിയിട്ട് ഉരുക്കുന്നതാണിത്. ഒന്നുരുക്കി കാറ്റ് കൊണ്ട് കെട്ടു പോകുന്നുണ്ട് ഗൈസ് തീ. അപ്പോൾ ഗൈസ് ഇതെല്ലാം അതിൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാം ഉരുക്കിയെല്ലാം എടുത്തിട്ടുണ്ട്. രണ്ടിനും, ചെറിയ പീസിനും വലിയ പീസിനും. അപ്പോൾ ഇനി നമുക്കിത് തുന്നിയിട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാൻ തുന്നുന്നുണ്ടേ. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ തുന്നിയെടുക്കുക. ഇങ്ങനെയാണ് തുന്നി എല്ലാ ഇതും എടുക്കേണ്ടത്. ഒന്നെടുത്തു, അപ്പോൾ അടുത്ത് എടുക്കുക. അതും ഇതേപോലെ തന്നെ തുന്നിയെടുക്കുക. ഇതേപോലെ തന്നെ തുന്നിയെടുക്കണം ഇതും. അപ്പം ഞാൻ എല്ലാം തുന്നിയെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതെല്ലാം തുന്നി ഇങ്ങനെ എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിനെല്ലാം കൂടി അടുപ്പിക്കണം. എല്ലാവരെയും കൂടി അടുപ്പിച്ചെടുക്കണം. ഇവരെല്ലാം മൊത്തത്തിൽ അടുത്ത് വരണം ഇവർ. എന്നിട്ട് നൂലിനെ കൊണ്ട് നമുക്ക് ഇതിനെ കെട്ടിയിടണം. അപ്പം ഈ നൂല് ഞാനിവിടെ കെട്ടട്ടെ. അപ്പോൾ ഇതാ ഗൈസ്, ഇതെല്ലാം തുന്നി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും തിളങ്ങളുള്ള പൂവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞാനിവിടെ ആക്കി വെച്ച ഈ ചെറുതുണ്ടല്ലോ, അതും ഇതേപോലെ ആക്കി നമുക്ക് എടുക്കണം. ഇതും ഞാൻ ആക്കി എടുത്തിട്ട് വരുന്നു. ഇതും അതേപോലെ തന്നെ ഞാൻ തുന്നുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങുക, ഇങ്ങനെ ഇങ്ങനെയാണ് ഗൈസ് നമുക്കിത് തുന്നിയെടുക്കേണ്ടത്. ഇവിടെ ഒരു കെട്ടിട്ട് വെക്കണം, ഇല്ലെങ്കിൽ ആ കെട്ട് ശരിക്കല്ലെങ്കിൽ അതിലേക്ക് കൂടി ഊരി അങ്ങ് വീഴും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നമുക്ക് മറ്റേ ചെറിയ ചെറിയ പീസുകൾ തുന്നിയെടുത്തിട്ട് വരാം. ഇതും ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട് 5 എണ്ണം.
ഇനി നമുക്ക് ഇനി അടുപ്പിക്കണം. മറ്റേ ഭാഗം അടുപ്പിച്ച പോലെ തന്നെ ഈ ഭാഗവും അടുപ്പിച്ച് വെക്കണം. കണ്ടല്ലോ, 2 ഭാഗവും അടുപ്പിച്ച് പിടിക്കണം ഇങ്ങനെ. അപ്പം അന്നേരം ഇതെല്ലാം നല്ല ഇതായിട്ട് വരും. ഇങ്ങനെ എന്നിട്ട് ഇനി ഞാൻ കെട്ടിയിടട്ടെ. തുന്നി റെഡിയാക്കണേ. തുന്നിയിട്ടാണ് നമ്മളിതിനെ റെഡിയാക്കിയെടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് കിട്ടും പൂക്കൾ. ഓരോ ദളങ്ങളും നല്ല ടൈറ്റായിട്ട് കിട്ടും ഇത്. അപ്പോൾ ഇതാ ഒരു പൂവായി. രണ്ടാമത്തെ ഈ ചെറുതിനെയും കൂടി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്നിട്ട് നമുക്ക് തുന്നിയിട്ട് ഉറപ്പിച്ച് കൊടുക്കാം ഈ പൂവിനെ. ഇതാ കണ്ടല്ലോ, അടിപൊളിയായിട്ട് തുന്നട്ടെ. ഇപ്പോൾ ഇതാ ഗൈസ്, ഞാൻ പൂ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇതിലൊരു മുത്തുണ്ട്, അതൊന്ന് പിടിപ്പിക്കട്ടെ. ഓക്കെ, മുത്തായി. ഇതാ എൻ്റെ പൂ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഒരു പൂവും കൂടി വേഗം തന്നെ ആക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ അടിഭാഗം എല്ലാം തുന്നി റെഡിയാക്കുന്നുണ്ടേ. എന്നിട്ട് നൂലെല്ലാം നമുക്ക് മുറിച്ച് കളയാം. ഇതാ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായിനോ എൻ്റെ പൂവ്? ഇത് ഇനി നൂല് മുറിച്ച് കളയണം നമുക്ക്. നൂല് മുറിച്ച് കളയട്ടെ. അപ്പോൾ ഗൈസ്, ഞാനിതാ 2 പൂക്കൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്ന എൻ്റെ പൂക്കൾ ഇതാണ്. 2 പൂക്കൾ ഇതാ കണ്ട, അടിപൊളി. ഇഷ്ടമായോ എല്ലാവർക്കും പൂക്കൾ? ഇതാണ് അടിപൊളിയല്ലേ ഗൈസ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.